അപ്പോൾ ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 5 ക്യൂബിൻ്റെ നമ്മൾ 4ാമത്തെ ഭാഗമാണിത്. ഇതിൽ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മളിത് ഫുള്ളായിട്ട് സോൾവ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഇവിടെ 3/3 അതേ സ്റ്റെപ്പ് തന്നെ നമുക്കിവിടെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ 3/3 നമ്മുടെ ചാനലിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 3/3 ഒന്ന് നോക്കുക കേട്ടോ. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതം ഒന്നും കൂടുതൽ അൽഗോരിതമായിട്ട് ഉപയോഗിക്കാതെ സ്റ്റെപ്പുകൾ തന്നെയാണ്, പക്ഷേ അതേ പേരിൽ നമ്മൾ അത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പദങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതനുസരിച്ച് അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ 5 ക്യൂബിൻ്റെ സെൻറ്ററും എഡ്ജുകളും എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായിരുന്നു നമ്മൾ 3/3 ചെയ്തത്? ആദ്യം നമ്മൾ യെല്ലോയ്ക്ക് ചുറ്റും വൈറ്റ് ക്രോസ് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ യെല്ലോയ്ക്ക് ചുറ്റും വൈറ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഇതാണ് യെല്ലോ, ഇതിൻ്റെ സെൻറ്റർ പീസ് എവിടെയാണ് വന്നിരിക്കുന്നത്, ഇതാണ് യെല്ലോ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ വൈറ്റിൻ്റെ ഒരു ക്രോസ് ഉണ്ടാക്കുന്നു അല്ലേ. അതിനുശേഷം നമ്മളതിന് താഴോട്ട് കൊണ്ടുവരികയാണ്, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് വൈറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ കറക്കി വെച്ച് നമ്മളിവിടെ വൈറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് എവിടെയാണ് വന്നിരിക്കുന്നത്, വൈറ്റിൻ്റെ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഒരു വൈറ്റ് കിടപ്പുണ്ട് അല്ലേ. ഈ വൈറ്റിനെ നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അതിനെ കറക്കി ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുക അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വൈറ്റ് ക്രോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു വൈറ്റ് കിടപ്പുണ്ട്, ആ വൈറ്റിനെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് വൈറ്റ് കൊണ്ടുവന്നു. ഇനി നമുക്കൊരു വൈറ്റ് ഇവിടെ ഉണ്ടല്ലേ, ആ ഒരു വൈറ്റ് എവിടെയാണ് കിടക്കുന്നത് നോക്കുക, നമുക്ക് വൈറ്റ് ഇവിടെയാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ കറക്കി എടുത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് യെല്ലോയ്ക്ക് ചുറ്റും വൈറ്റ് ക്രോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 3/3 എങ്ങനെയല്ലേ ചെയ്തത്, യെല്ലോയ്ക്ക് ചുറ്റും വൈറ്റ് ക്രോസ് ഉണ്ടാക്കി. ഇനി അടുത്തത് എന്തായിരുന്നു ചെയ്തത്, നമ്മൾ യെല്ലോയ്ക്ക് ഈ ഒരു വൈറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ കളർ നോക്കുന്നു, അതിന് നമ്മൾ സെൻറ്റർ പീസുമായിട്ട് മാച്ച് ചെയ്തിട്ട് അല്ലേ 2 തവണ കറക്കി താഴോട്ട് ഇറക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ 4 വശങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ. നമ്മൾ ടോപ്പ് ലെയർ മാത്രം പിടിച്ചുകൊണ്ട് ഇത് നമ്മളിങ്ങനെ മാച്ച് ചെയ്യിച്ചു, 2 തവണ നമ്മൾ കറക്കി താഴോട്ടിറക്കി അല്ലേ. അപ്പോൾ ആ വൈറ്റ് താഴെ വന്നിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അടുത്തത് എടുക്കുന്നു. ഇത് നമ്മൾ ഓറഞ്ചാണ്, ഓൾറെഡി നമുക്കിവിടെ മാച്ചാണ്. മാച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കറക്കി മാച്ചാക്കിയതിന് ശേഷം 2 തവണ കറക്കുന്നു അല്ലേ. അപ്പോൾ അത് നമുക്ക് താഴോട്ട് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി ഇവിടെ റെഡാണ്, ആ റെഡിനെ നമ്മൾ സെൻറ്ററുമായിട്ട് മാച്ച് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം 2 തവണ നമ്മൾ കറക്കുന്നു, അതും താഴോട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഒരെണ്ണം കൂടിയേ ഉള്ളൂ, ഇവിടെ ബ്ലൂ ഉണ്ട്, ആ ബ്ലൂവിനെ നമ്മൾ ഇങ്ങനെ കറക്കി മാച്ച് ചെയ്യിക്കുന്നു. അതിനുശേഷം അത് 2 തവണ അല്ലേ, 2 തവണ കറക്കി അതും കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റിൻ്റെ ഒരു ഫുള്ള് ക്രോസ് ലഭിച്ചിട്ടുണ്ടല്ലേ, വൈറ്റിൻ്റെ ഫുൾ ക്രോസ് ലഭിച്ചു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, 3/3 ചെയ്ത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്കിനി വൈറ്റ് താഴെ എല്ലാം ഫുള്ള് വൈറ്റ് ആക്കണം അല്ലേ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫുൾ വൈറ്റ് ആക്കുകയും ഒപ്പം തന്നെ താഴത്തെ ലെയർ നമുക്കിവിടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ വൈറ്റ് എവിടെയെങ്കിലും കോർണറിൽ വൈറ്റ് ഉണ്ടോ നമ്മൾ പരിശോധിക്കുന്നു. ഇവിടെ നമുക്ക് കോർണറിൽ വൈറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ താഴെ വൈറ്റ് കിടക്കുമ്പോൾ ഒപ്പം തന്നെ ഇവിടെ മുകളിൽ എവിടെയും വൈറ്റ് ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് നമ്മൾ 3/3 പറഞ്ഞിരുന്നു. അതായത് താഴെയുള്ള വൈറ്റിനെ നമ്മൾ ആദ്യം കോർണറിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ വരേണ്ട വൈറ്റ് ഈ ഭാഗം നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തുന്നു. അപ്പോൾ ഇതേ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് മുകളിൽ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കൊരു വൈറ്റ് മുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോർണറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ തൊട്ടിപ്പുറയുള്ള ഈ ഒരു കളറ് അത് നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു അല്ലേ, നമ്മളിതിവിടെ മാച്ച് ചെയ്യിക്കുന്നു. അപ്പോൾ നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ 3/3 അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് സുഖമായിട്ട് ചെയ്യാം കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ മാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റെപ്പ് അല്ലേ നമ്മളന്ന് ചെയ്ത സ്റ്റെപ്പ്, ഞാനത് 3/3 ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാനത് കൂടുതൽ പറയാത്തത് കേട്ടോ. അത് നിങ്ങൾക്ക് 3/3 ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അവിടെ നമ്മൾ വളരെ സമയമെടുത്ത് സാവധാനം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് വീണ്ടും പറയാത്തത്. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ നമ്മൾ ഇതിനെ മാച്ച് ചെയ്യിച്ചു. അതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു സ്റ്റെപ്പിലല്ലേ, ഈ ഒരു സ്റ്റെപ്പിൽ നമ്മളത് താഴെടുക്കുന്നു. ഓക്കെ, അതിനെ താഴോട്ട് കൊണ്ടുവന്നു. ഇനി നോക്കുക, വൈറ്റ് എവിടെയെങ്കിലും കിടപ്പുണ്ടോ, കോർണറിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ടോപ്പിലുണ്ട്, ഒപ്പം തന്നെ ഈ താഴെയും കിടപ്പുണ്ടല്ലേ. അപ്പോൾ താഴെ കിടക്കുന്നതിന് നമുക്ക് മുകളിലേക്ക് എടുക്കാം. മുകളിൽ ഒരെണ്ണം വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമുക്ക് കോർണറിൽ വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട്, അതിനെ നമ്മൾ മാച്ച് ചെയ്യിച്ചിട്ട് അതിനെയും നമ്മൾ താഴോട്ട് കൊണ്ടുവരുന്നു അല്ലേ, അതിനെയും താഴോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമുക്ക് താഴത്തെ ലെയറുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വൈറ്റ് ഫുള്ളായിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി നമുക്ക് യെല്ലോ ഇല്ലാത്ത പീസ് അല്ലേ, അങ്ങനെയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഈ പറഞ്ഞ എഡ്ജിൽ നമുക്ക് യെല്ലോ വരാത്ത പീസുകൾ നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു അല്ലേ, യെല്ലോ വരാത്ത പീസുകൾ നമ്മൾ മാച്ച് ചെയ്യിക്കുന്നു.
അങ്ങനെ മാച്ച് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് ചെയ്യുക, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ തൊട്ട് മുകളിലെ കളർ നോക്കുന്നു, ഈ ഓറഞ്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഇങ്ങോട്ട് തിരിക്കുന്നു അല്ലേ. അതിനുശേഷം ഇതേ രീതിയിൽ നമുക്ക് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതിന് നമ്മൾ താഴോട്ട് ഇറക്കുന്നു അല്ലേ. അതിന് നമ്മൾ താഴോട്ട് ഇറക്കുന്നു. അതിനുശേഷം നമ്മൾ അടുത്തത് ഇവിടെ ഒരു വൈറ്റ്, ഇവിടെ ഓൾറെഡി ഇവിടെ വൈറ്റ് ഇടം കയറി വന്നിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഓൾറെഡി മാച്ചായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സ്റ്റെപ്പിലൂടെ നമ്മൾ ആ വൈറ്റിനാണ് താഴെ ഇറക്കുന്നത് അല്ലേ. ഇനി നമുക്ക് അടുത്തത് യെല്ലോ ഇല്ലാത്ത ഒരു പീസ്, ഇവിടെ നമുക്ക് യെല്ലോ ഉണ്ട് അല്ലേ. ഇവിടെ ടോപ്പിലോ ഇവിടെ യെല്ലോ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കരുത്. ഇവിടെ നമുക്ക് യെല്ലോ ഇല്ലാത്ത, രണ്ടിലും യെല്ലോ ഇല്ലാത്തൊരു പീസുണ്ട്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യിക്കുന്നു. മാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുന്നു അല്ലേ. ഇങ്ങോട്ട് തിരിച്ചിട്ട് താഴെ ഇറക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു വൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളതിനെ താഴോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുക. അടുത്തത് വീണ്ടും ഇവിടെ യെല്ലോ ഇല്ലാത്ത പീസ് നമ്മളിവിടെ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്യുന്നു. മുകളിലുള്ള കളർ റെഡാണ്, റെഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഇങ്ങോട്ട് തിരിക്കുന്നു അല്ലേ. ഇങ്ങോട്ട് തിരിച്ചിട്ട് ഈ സൈഡ് ഉയർത്തിയിട്ട് താഴോട്ട് ഇറക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റ് വന്നിട്ടുണ്ട്. ഈ വൈറ്റിന് നമ്മൾ സാധാരണ പോലെ നമ്മളിതിനെ താഴെ ഇറക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്കൊരു സ്ഥലം കൂടി ബാക്കിയുള്ളൂ. ഇപ്പോൾ യെല്ലോ ഇല്ലാത്ത പീസുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ എല്ലാം യെല്ലോ ഉണ്ട് അല്ലേ. അപ്പോൾ യെല്ലോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ പറഞ്ഞ് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ സോൾവ് ചെയ്യാനുള്ള ഒരു ഭാഗം നമ്മളിവിടെ മുകളിൽ വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ താഴെ വൈറ്റ് വന്നു കഴിഞ്ഞാൽ, മുകളിൽ വൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റെപ്പ് പറഞ്ഞില്ല, അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യെല്ലോ ഇല്ലാത്തൊരു പീസ് ലഭിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വൈറ്റിനോട് താഴെ ഇറക്കണം, നമുക്ക് ഈ വൈറ്റിനോടും താഴെ ഇറക്കുന്നു. അപ്പോൾ നോക്കുക, അപ്പോൾ നമുക്ക് യെല്ലോ ഇല്ലാത്ത പീസ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും അല്ലേ. ഇവിടെ നമുക്ക് യെല്ലോ ഇല്ലാത്തൊരു പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യിക്കുന്നു. മാച്ച് ചെയ്യിച്ചതിന് ശേഷം ഇവിടെ റെഡാണ്, റെഡ് ഇവിടെയാണ് വന്നിരിക്കുന്നത്, നമ്മൾ ഇങ്ങോട്ട് തിരിക്കുന്നു അല്ലേ. ഈ സൈഡ് ഉയർത്തുന്നു, അതിനെ താഴെ ഇറക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വൈറ്റിനോടും താഴെ ഇറക്കുന്നു അല്ലേ. വൈറ്റിനോടും താഴെ ഇറക്കുമ്പോൾ നമുക്ക് 2 ലെയറുകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. 2 ലെയർ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തായിരുന്നു നമ്മൾ 3x3 പഠിച്ചത്, നമുക്കൊരു യെല്ലോയുടെ ജെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ലൈൻ, നേർ ലൈൻ വരിക, അല്ലെങ്കിൽ യെല്ലോയുടെ ഒരു ക്രോസ് അല്ലേ, ആ രീതിയിൽ നമുക്ക് വരുത്തണം അല്ലേ. അതെല്ലാം വരുത്താൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് ജെ ഷേപ്പ് വന്നിട്ടില്ല, നേർ ലൈൻ വന്നിട്ടില്ല, യെല്ലോ ക്രോസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ പിടിക്കുന്നു, അതിനുശേഷം നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നു അല്ലേ, വരുത്താനുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്പീഡിൽ കാണിച്ചു പോകുന്നതുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 3x3 നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്കൊരു ജെ ഷേപ്പ് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ നമുക്ക് ഒരു ജെ ഷേപ്പ് ഇവിടെ ഇതുപോലെ പിടിക്കണം അല്ലേ. ഇതാണ് ഒരു ജെ ഷേപ്പായിട്ട് നമ്മളിതിൽ കരുതുന്നത്. ജെ ഷേപ്പായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകുന്ന രീതി ജെ ഷേപ്പിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതേ രീതിയിൽ പിടിച്ചിട്ട് വീണ്ടും അതേ സ്റ്റെപ്പ് ചെയ്യണം അല്ലേ. വീണ്ടും നമ്മൾ അതേ സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു യെല്ലോയുടെ ഒരു നേർ ലൈൻ വന്നിട്ടുണ്ടാവും. നോക്കുക, ഇവിടെ ഒരു നേർ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ ക്രോസ് ഇവിടെ ലഭിക്കും അല്ലേ. അതേ സ്റ്റെപ്പ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ യെല്ലോയുടെ ഒരു നേർ ലൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കറക്റ്റ് ആക്കണം അല്ലേ. സൈഡ് ഒരുപോലെ ആക്കണം. നമ്മൾ തിരിച്ച് നോക്കുക, അടുത്തടുത്ത് എവിടെയെങ്കിലും സെയിം ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കുക. അടുത്തടുത്ത് സെയിം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നോക്കുക, അത് ഇവിടെ അടുത്തടുത്ത് വന്നിട്ടുണ്ടല്ലേ. അടുത്തടുത്ത് ഒരേ കളർ ഇവിടെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ കറക്റ്റാണ്, ഇവിടെയും കറക്റ്റാണല്ലേ. അപ്പോൾ ഇനി 2 ഇനി കറക്റ്റ് ആവാനുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തടുത്ത് വന്നില്ലെങ്കിലും, ഇങ്ങനെ അടുത്തടുത്ത് വന്നാലും നമ്മൾ ബാക്കിയുള്ളത് കറക്റ്റ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മളൊരു 5 പ്രാവശ്യം തിരിക്കുന്ന ഒരു സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്, സെയിം ആയിട്ട് വന്നിരിക്കുന്നു. ഒരെണ്ണം ബാക്കിലും ഒരെണ്ണം നമ്മൾ റൈറ്റ് സൈഡിലും പിടിക്കുന്നു. അതിനുശേഷം നമ്മൾ കറക്കുന്നു അല്ലേ. ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് നോക്കാം. ഒന്ന് തിരിക്കുന്നു, താഴോട്ടിറക്കുന്നു, ഒന്നെണ്ണം തിരിക്കുന്നു, പിന്നെ മുകളിലേക്ക്, അതിനുശേഷം 2 തവണ തിരിക്കുന്നു, പിന്നെ താഴോട്ടിറക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ തിരിച്ച് വെച്ച് നോക്കുക എന്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കെല്ലാം സെയിം ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇവിടെ സെയിമാണ്, ഇവിടെ സെയിമാണ്, ഇവിടെ സെയിമാണല്ലേ. പിന്നെ നമുക്ക് ഒരു കോർണർ ശരിയാക്കിയാൽ മതി അല്ലേ. കോർണറിനെ ശരിയാക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് കിട്ടും. അപ്പോൾ കോർണറിൽ ഇവിടെ ഇത് നമുക്ക് കോർണർ മാച്ചിങ് ആണ് അല്ലേ. ഇവിടെ കോർണർ മാച്ചിങ് ആണ്, ഇവിടെ കോർണർ ഇവിടെ മാച്ചിങ് ആണ്, ഇവിടെ കോർണർ അതിവിടെ മാച്ചിങ് ആണ് അല്ലേ. ഇപ്പോൾ കോർണർ മാച്ചിങ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എല്ലാ കോർണർ മാച്ചിങ് ആണ്. ഇപ്പോൾ കോർണർ മാച്ചിങ് അല്ലെങ്കിൽ കോർണർ മാച്ചിങ് ആക്കാൻ വേണ്ടി നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അത് 3x3 അത് നോക്കുക. ഇവിടെ നമ്മൾ മാച്ചിങ് ആയതുകൊണ്ട് നമുക്ക് ഡൗൺ ലെഫ്റ്റ് അപ്രൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. ഡൗൺ ലെഫ്റ്റ് അപ്രൈറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കോർണർ മാച്ചിങ് ആയത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 3x3 വീഡിയോ നോക്കിയാൽ കോർണർ മാച്ചാകുന്ന സ്റ്റെപ്പ് ഇവിടെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഡൗൺ ലെഫ്റ്റ് അപ്രൈറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈഡിൽ ഇത് മാച്ചാവാത്ത ഇത് പീസ് നമ്മൾ താഴോട്ടിറക്കുന്നു. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് അല്ലേ. അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ദെൻ ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ,
അതായത് നമ്മളിവിടെ യെല്ലോ വരുന്നവരെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ യെല്ലോ വന്നു. ഇനി എന്താണ്, ഇനി ഈ കോർണറിലൊക്കെ നമുക്ക് യെല്ലോ വരണം അല്ലേ. അപ്പോൾ ഈ വരാത്തത് ഇവിടെ നമുക്ക് മാച്ചിങ് അല്ലാത്തത്, യെല്ലോ ഇല്ലാത്തതിന് നമ്മൾ കറക്കി നമ്മുടെ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു അല്ലേ, താഴോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് വീണ്ടും ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് ചെയ്യണം അല്ലേ. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് വേണം ചെയ്യുക. അപ്പോൾ ഇവിടെ യെല്ലോ വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് അടുത്ത പീസിനെ കൊണ്ടുവരുന്നു, ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുന്നു. വീണ്ടും ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ് കേട്ടോ. ഇത് ശ്രദ്ധാപൂർവ്വം ചെയ്യണം. ഇവിടെ തെറ്റി കഴിഞ്ഞാൽ മൊത്തം തെറ്റിപ്പോവും. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കൂടെ എല്ലാം വന്നിട്ടുണ്ട്. നമുക്കൊരു പീസ് കൂടെ ഉള്ളൂ അല്ലേ. ഇതോടെ നമ്മൾ ഡൗൺ ലെഫ്റ്റ് അപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ഫോളോ ആയി കിട്ടും. ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുന്നു. ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഓക്കെ, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്, ഡൗൺ ലെഫ്റ്റ് അപ്പ് റൈറ്റ്. ഇപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ഫോളോ ആയിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നോക്കുക, അപ്പോൾ ഇങ്ങനെയാണ് 5x5 ക്യൂബും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകളാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കേണ്ടുള്ളൂ. അവസാനത്ത് നമ്മൾ 3x3 പോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഫുള്ള് സോൾവ് ചെയ്തവരും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി കൂടുതൽ വീഡിയോസ് നമുക്ക് റൂബിക്സ് ക്യൂബുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഇവിടെ പിരമിഡ് ക്യൂബ് ചെയ്യണമെന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിരമിഡ് ക്യൂബ് ചെയ്യുന്നതിനെ പറ്റിയും ആലോചിക്കുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനലിൽ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്